സോ ഇന്നലെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ബിസിനസ്സിൽ, ഒരു സർവീസ് ബിസിനസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് സെയിൽസ്, എന്താണ് മാർക്കറ്റിംഗ്. ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിനുള്ളൊരു കൺഫ്യൂഷനാണ്. എനിക്ക് എൻ്റെ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിന് ആളെ വേണോ, അതല്ലെങ്കിൽ സെയിൽസിന് ആളെ വേണോ, അല്ലെങ്കിൽ സെയിൽസ് ടീം എന്താണ് ചെയ്യേണ്ടത്, മാർക്കറ്റിംഗ് ടീം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ബിസിനസ് ഓണേഴ്സിനും ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ബിസിനസ്സിലേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലീഡ്സ് കൊണ്ടുവരാനോ ആ ലീഡ്സിനെ കൺവേർട്ട് ചെയ്യാനോ പറ്റുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, സെയിൽസ് എന്ന ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് ടീം ആയിരിക്കണം നമ്മുടെ കമ്പനി, നമ്മുടെ സർവീസിനെ കുറിച്ച് മറ്റുള്ള ആളുകളിലേക്ക്, നമ്മുടെ പ്രോസ്പെക്ട്സ്, അതായത് നമ്മുടെ ICP, നമ്മുടെ ഐഡിയൽ ക്ലയൻറ്റ് പ്രൊഫൈലിലേക്ക് നമ്മളെ കമ്പനിനെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും അറിയിക്കേണ്ടത്. എക്സാമ്പിൾ സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതേപോലെ ലിങ്ക്ഡിൻ പോസ്റ്റ്, അതേപോലെ തന്നെ പെയ്ഡ് ആഡ്സ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് ലീഡ്സ് കൊണ്ടുവരുന്ന ആളുകൾ, അതായത് നമ്മുടെ കമ്പനിയും നമ്മുടെ സർവീസിനെ കുറിച്ചും മറ്റുള്ള ആളുകളെ, നമ്മുടെ പ്രോപ്പർ ICPനെ അറിയിക്കുന്നത് മാർക്കറ്റിംഗ് ടീമാണ്. അപ്പം ഈ മാർക്കറ്റിംഗ് ടീം വാട്ട് ദേ ഡു ഈസ് ലൈക്ക് ദേ ബ്രിങ് ദ ലീഡ്സ് ടു യുവർ ഡോർ. നമ്മുടെ ഡോറിലേക്ക് ഈ ലീഡ്സിന് എത്തിച്ചു തരും എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് മാർക്കറ്റിംഗ് ടീമിന്. അറ്റ് ദ സെയിം ടൈം സെയിൽസ് ടീം ചെയ്യേണ്ടത് എന്താണ്, ഈ വരുന്ന ലീഡുകളെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അവരെ പേയിങ് കസ്റ്റമേഴ്സ് ആക്കി മാറ്റുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് സെയിൽസ് ടീം ചെയ്യേണ്ടത്. അപ്പം മാർക്കറ്റിംഗ് ടീം ഫിൽസ് ദ പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനിലേക്ക് ലീഡ്സ് കൊണ്ടുവന്ന് ലീഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയായിരിക്കും മാർക്കറ്റിംഗ് ടീം ചെയ്യുക. ഈ വരുന്ന ലീഡ്സിനെ പേയിങ് കസ്റ്റമറാക്കി മാറ്റേണ്ടത്, ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമ്മുടെ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ക്ലയൻറ്റിന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പേയിങ് കസ്റ്റമേഴ്സ് ആക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം സെയിൽസ് ടീമിനാണ്. അപ്പം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീം ഷുഡ് വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്. അപ്പം അതിൻ്റെ അർത്ഥം മാർക്കറ്റിംഗ് ടീം മാത്രമാണ് നമ്മുടെ കമ്പനിയിലേക്ക് ലീഡ്സ് കൊണ്ടുവരുന്നത് എന്നല്ല. സെയിൽസ് ടീമിനും ലീഡ്സ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നോർമലി ഒരു കമ്പനിയിലേക്ക് വേണ്ട ലീഡ്സ് കൊണ്ടുവരുന്നത് മാർക്കറ്റിംഗ് ടീം ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ കമ്പനിയിൽ നമുക്ക് റവന്യൂ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ സെയിൽസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ കമ്പനിയിലേക്ക് പ്രോപ്പറായിട്ടുള്ള ലീഡ്സ് വരുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സെയിൽസ് ടീമിനെ നമ്മുടെ കമ്പനിയിലേക്ക് ഈ വരുന്ന ലീഡ്സിന് കൺവേർട്ട് ചെയ്തുകൊണ്ട് പേയിങ് കസ്റ്റമറാക്കി മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആ പൈപ്പ് ലൈൻ ഫില്ലായതുകൊണ്ടല്ല, സെയിൽസ് മാർക്കറ്റിംഗ് ടീം ലീഡ്സ് കൊണ്ടുവരാത്തതുകൊണ്ടാണ്. അപ്പം നല്ലൊരു മാർക്കറ്റിംഗ് നമ്മൾ ഫിക്സ് ചെയ്യുക, നല്ലൊരു മാർക്കറ്റിംഗ് ടീമിനെ ഉണ്ടാക്കുക, എന്നിട്ട് ആ മാർക്കറ്റിംഗ് ടീം വഴി നമ്മുടെ കമ്പനിയിലേക്ക് മാക്സിമം ലീഡ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെയിൽസ് ടീം അത് കൺവേർട്ട് ചെയ്തിട്ട് പേയിങ് കസ്റ്റമേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് ടീമും നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ലീഡ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം സോ ഫിക്സ് യുവർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ പ്രോപ്പർ മാർക്കറ്റിംഗ് ടീം. അല്ലെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ മാർക്കറ്റിംഗ് ടീം ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുക. പക്ഷേ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ പൈപ്പ് ലൈൻ ഫില്ലാണെന്നുള്ള നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഇനഫ് ലീഡ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ടീമിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് പേയിങ് കസ്റ്റമേഴ്സ് ആക്കി മാറ്റാൻ പറ്റില്ല. So fix your marketing and sales and let me know if you are facing any issues. Myself Suhas Chapali, I'm an international business coach and profit strategist. If you are facing any issue in your sales and marketing, let me know. I will help you. Thank you.